നമ്മുടെ ആരുടെയും കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല, ദൈവം അനുവദിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ എല്ലാം സ്വർഗത്തിലെ ദൈവം നമ്മളെ അതിര് നിശ്ചയിച്ച് നമ്മളെ ആ പാതയിലൂടെ നടത്തുന്നു. നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും തൃപ്തിയില്ലെങ്കിൽ എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോൾ ചില പിള്ളേർ പറയാമെന്ന് വെച്ചു, ഇന്ന് പുട്ടും കടലയാണ്, എനിക്കിന്ന് അതല്ല വേണ്ടി, എനിക്ക് പുട്ടും പഴവുമാണ് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലാണ് പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അനുഭവങ്ങൾ. അത് പോരാ, എനിക്കിത് പോരാ, എനിക്കിത് ഇനി ആ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഡിസ്കണ്ടൻമെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് തൃപ്തിയില്ലാത്ത അനുഭവം ഉണ്ടാകുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും ഞാൻ നമ്മൾ ഈ വാക്യം പിള്ളേരെയൊക്കെ ഏതെങ്കിലും IAS ടെസ്റ്റ് എഴുതാൻ പോകുമ്പോഴും ഒക്കെ പറഞ്ഞു വിടുന്ന കാര്യം മിസ്കോട്ട് ചെയ്യാറുണ്ട്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഏത് ജീവിത സാഹചര്യങ്ങളിലും സന്തോഷത്തോടെ തൃപ്തിയോടെ ജീവിക്കുവാൻ തക്കവണ്ണം നമ്മളെ ശക്തനാക്കുന്നവനാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം എപ്പോഴും പ്ലസൻ്റ് ആയിരിക്കണമെന്നില്ല, എപ്പോഴും സ്മൂത്തായിട്ട് ഇങ്ങനെ പോകണമെന്നില്ല. പൗലോസ് പറയുന്നു, തൃപ്തനായിരിക്കാൻ, താഴ്ചയിലിരിപ്പാൻ, സമൃദ്ധിയിലിരിപ്പാൻ, വിശന്നിരിപ്പാൻ, ഇതെല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഐ ഹാവ് ലേൺഡ് ടു ബി കണ്ടൻറ്റ്. അതാണ് ഈ സംതൃപ്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവവചനത്തിലൂടെ ദൈവാത്മാവിൻ്റെ സഹായത്തോടെ നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് എനിക്ക് കുറച്ച് സംതൃപ്തിയുടെ ടാബ്ലറ്റ് തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ബൈ ബർത്ത് നേച്ചറിൽ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ പൗലോസ് പറയുകയാണ്, ഞാൻ പഠിച്ചിരിക്കുന്നു, ജീവിതാനുഭവങ്ങളിലൂടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലൂടെ തൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എബ്രായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ, കണ്ടന്റ് വിത്ത് സച്ച് തിങ്സ് ആസ് യു ഹാവ്. ഏറ്റവും ലോകത്തിലെ സമ്പന്നനായ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെ പേര് പറയും. അല്ല, ഉള്ള അവസ്ഥയിൽ തൃപ്തിയോടെ ജീവിക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും സമ്പന്നൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവമക്കളെ, നമ്മൾ ഈ സംതൃപ്തിയോടെയുള്ളൊരു ജീവിതമാണെങ്കിൽ മാത്രമേ ആ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ നിൽക്കുവാൻ തക്കൊണ്ട് സാധിക്കൂ.